ഇവിടെ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് സംഘികൾക്ക് കേരളത്തിൽ ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ ഭരണം ലഭിച്ചതുകൊണ്ട് എന്തൊക്കെ മാറ്റമാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ അത് ഏത് തരത്തിലാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും, അതായത് സംഘികളെ എതിർക്കുന്നവർ പോലും എങ്ങനെയാണ് BJPയുടെ ഭരണത്തെ അല്ലെങ്കിൽ മേയർ VV രാജേഷിന്റെ ഭരണത്തെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, ഒരു തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനത് വായിക്കാം. അതിനു മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഒരു വലിയവനായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന എതിർക്കുന്നവർക്കിടയിൽ പോലും ഇങ്ങേരുടെ റേഞ്ച് എന്താണ് എന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു തെളിവാണ്, ഒരു പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നല്ല രീതിയിൽ കുരുപൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തന്നെ എതിർചേരിയിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് AH ഹഫീസ് ആണ്. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു കുറിപ്പാണ്. അതായത് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. അതായത് നാളെ കേരളം സംഘികൾ ഭരിച്ചാൽ കാരണം ഇതാണ്, അതായത് ഇതുപോലുള്ള നേതാക്കളാണ് അതിന് കാരണം എന്നുള്ള തരത്തിൽ, അതായത് രാജേഷിനെ പോലുള്ള നല്ലവരായിട്ടുള്ള നേതാക്കൾ സ്വന്തം പാർട്ടിയുടെ ധാർഷ്ട്യത്തെ വിമർശിച്ച് VV രാജേഷിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ഒരു വൈറൽ കുറിപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വൈറൽ കുറിപ്പ് ഞാനൊന്ന് വായിക്കും. ഭയങ്കരമായിട്ട് നീണ്ട ഒരു കുറിപ്പാണ്, എന്നാലും ഞാനതൊന്ന് വായിക്കാം. പലർക്കും കുരു പൊട്ടുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം, അത് പരിധിയും വിട്ടേക്കാം, എങ്കിലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാണല്ലോ അതിന്റെ ശരി. തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് എനിക്ക് സുഹൃത്താണ്. വ്യക്തിപരമായി അദ്ദേഹം എന്റെ എതിർപക്ഷത്താണ്, രാഷ്ട്രീയപരമായി. അതുകൊണ്ട് തന്നെ ചാനൽ മുറികളിലും പൊതു ഇടങ്ങളിലും ഞങ്ങൾ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ബസ്സുകൾ സംബന്ധിച്ച വിഷയത്തിൽ ഞാൻ രാജേഷിനോട് എതിരഭിപ്രായത്തിൽ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭയിൽ കയറേണ്ടി വന്നു. രോഗിയായ സുഹൃത്തിന്റെ സുഹൃത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ ഫയൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയപ്പോൾ സംസ്ഥാനത്തും തിരുവനന്തപുരം നഗരസഭയിലും ഇടതുപക്ഷത്തിന്റെ ഭരണമായിരുന്നു. ഞങ്ങൾക്ക് കൗൺസിലർമാർ ഇല്ലാത്തതുകൊണ്ട് പാർട്ടിക്കാരനായ സുഹൃത്തിന് വേണ്ടി പ്രത്യേകം പറയാൻ ആരുമില്ലായിരുന്നു അന്ന്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് വീണ്ടും രാജേഷ് എന്നെ കാണുന്നത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എന്റെ സുഹൃത്തിന്റെ ഫയലിന്റെ കാര്യം പറഞ്ഞു. മുമ്പൊരിക്കൽ എടുത്ത് അതേ നിലപാട് തന്നെ അദ്ദേഹം വീണ്ടും എടുത്തു. ഇത് ഒരു വർഷത്തോളം പഴക്കമുള്ള ഫയലാണ്. അദ്ദേഹം ഇനി ഈ ഒരു കാര്യത്തിനു വേണ്ടി ഓഫീസിൽ കയറി വരാൻ ഇടയാക്കാതെ പരിഹരിക്കണം നിർദ്ദേശം നൽകിയത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കൗടിയാർ ബോർഡിൽ നമ്മളൊക്കെ ചേർന്ന് തോൽപ്പിച്ച മധുസൂദനൻ നായർ എന്ന വ്യക്തിയോടാണ് മേയർ നിർദ്ദേശം നൽകിയത്. എന്നേക്കാൾ വയസ്സ് കൂടുതൽ വരും മധുച്ചേട്ടൻ. അദ്ദേഹം പക്ഷേ എന്നെ വിളിക്കുന്നത് ഹഫീസിക്ക എന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ബന്ധപ്പെടുക. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. മേയറുടെ ഔദ്യോഗിക പേഴ്സണൽ അസിസ്റ്റന്റ് പുറത്തു വന്നു. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന ഫയൽ മിനിറ്റ് കൊണ്ട് ഉത്തരവായി. തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി എടുത്ത നിർണായകമായ നിലപാട്, അതിന് സഹായകരമായി ആർജവമുള്ള നിലപാടായിരുന്നു സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പറയാതിരിക്കാനാവില്ല, ഫയൽ തന്റെ മുന്നിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉത്തരവ് നൽകി സെക്രട്ടറി ഉത്തരവിന്റെ പ്രൊസീഡിംഗ്സിന് അയച്ചു. എങ്ങനെ ഈ ഫയൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി എന്നറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരും രംഗത്ത് വന്നു. എന്റെ സുഹൃത്തിന്റെ ഫയലാണ്. സുഹൃത്തിന്റെ പറഞ്ഞു മാത്രമാണ് കാര്യങ്ങൾ അറിയാവുന്നത്. എങ്കിലും മുമ്പ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. സൗജന്യമായി ഒരു ചിരി തന്നിട്ടുണ്ട്. ഔദാര്യമായി കിട്ടിയ ചിരി നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നഗരസഭയിൽ വരുന്നവരെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ അതിന് പിന്നിൽ എന്ത് ആണെങ്കിലും വരുന്നവർക്ക് ഒരു സുഖമുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടും ചിരിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു സർക്കാരിനെ താഴെ കളഞ്ഞ സംസ്ഥാനമാണ് നമ്മുടേത്. അതിനെ സാധാരണക്കാർ വിളിക്കുന്നത് ധാർഷ്ട്യം എന്ന് തന്നെയാണ്. ഇനിയെങ്കിലും ശേഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ധാർഷ്ട്യം ഉപേക്ഷിക്കണം. ചിരിക്കേണ്ടിടത്ത് നമ്മൾ അത് ആത്മാർത്ഥമായി നൽകണം. ആ ചിരി ഔദാര്യമാണെന്ന് കൊടുക്കുന്നവർക്കും തോന്നരുത്, കിട്ടുന്നവർക്കും തോന്നരുത്. അപേക്ഷയാണ്. രാജേഷിന്റെ നന്മ വിളിച്ചു പറഞ്ഞതിന് എനിക്ക് പട്ടം മാറ്റി ചാർത്താൻ നിൽക്കരുത്. പറ്റുമെങ്കിൽ ജനങ്ങളോടുള്ള ഇടപെടൽ നമ്മളിൽ ചിലരെങ്കിലും, എല്ലാവരുമല്ല, കണ്ടു പഠിക്കണം. 5.5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് 65 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നിട്ട് 40 ലക്ഷം പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടക്കമിട്ടിട്ട് നല്ല റോഡും നല്ല സ്കൂളും നല്ല പാലങ്ങളും നല്ല ആശുപത്രികളും നൽകിയിട്ടും ചില വാക്കുകളാണ്, മുഖഭാവമാണ്, പെരുമാറ്റമാണ് നമ്മുടെ പലരെയും പലയിടത്തു നിന്നും മാറ്റി നിർത്തിയത്. അർഹതയുള്ള വ്യക്തി കസേര മാറി ഡെപ്യൂട്ടി സ്പീക്കറുടെയും അപ്പുറത്തേക്ക് ഇരുന്നെങ്കിൽ അവിടെ ചില ചിരികളുടെ കുറവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത, മുഖത്തെ ഗൗരവത്തിൽ ജനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. രാജേഷിന്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത ഞാനല്ല പറയേണ്ടത്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും മറക്കാൻ കഴിയാത്ത ഇന്നലെകളെ പോലെ തന്നെ ജനിക്കാൻ ഇരിക്കുന്ന നാളുകളിലും രാജേഷിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ചേർത്ത് നിർത്തിയ മനസ്സ്, പ്രവൃത്തി, അത് സമൂഹത്തോട് പറയണം. നാളെ കേരളം സംഘികൾ ഭരിച്ചാൽ ഇത്തരം നേതാക്കൾ അവർക്കിടയിൽ ഉള്ളതുകൊണ്ടാണെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാം. ഇത് ഇങ്ങനെ കുറേ ഉണ്ട്, വായിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് വായിക്കാനായിട്ട്. എന്തായാലും ഇതിന്റെ ഒരു ചുരുക്കം, ഇതിന്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ശരിക്കും രാജേഷ് എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. അതായത് ചുവപ്പ് നാടയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ആ ഒരു ഫയല് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ രാജേഷിന്റെ ഇടപെടലാൽ അത് എല്ലാ അർത്ഥത്തിലും അനുകൂല ഘടകമാക്കി കൊടുത്തു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ
അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു എന്നതിൽ മാത്രമല്ല, ജനങ്ങളോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അതാണ് യഥാർത്ഥം പറഞ്ഞാൽ വേണ്ടത്. അദ്ദേഹം സ്വന്തം പാർട്ടിയെ തന്നെ കുത്തുന്ന തരത്തിലായിരുന്നു ആ ഒരു സംസാരം എന്ന് പറയുന്നത്. അതായത് BJPയെ അല്ലെങ്കിൽ രാജേഷിനെ പൊക്കിക്കൊണ്ട് സ്വന്തം പാർട്ടിയെ തന്നെ കുത്തുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ ആ പറഞ്ഞതിലെ പൊരുളെന്ന് പറയുന്നത്. അതായത് രാജേഷ് ജനങ്ങളോട് ഇടപെടുന്ന ഒരു രീതി, ജനങ്ങൾ രാജേഷിനെ കാണുന്ന ഒരു രീതി, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി, ഇതൊക്കെ തന്നെയാണ് രാജേഷിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് സ്വന്തം എതിർപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്രത്തോളം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ എത്രത്തോളം വലുതായി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാളെ കേരളം സംഘികൾ ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അതിന്റെ കാരണം ഇദ്ദേഹത്തെ പോലുള്ള നേതാക്കളാണ് എന്നുള്ള ആ ഒരു തരത്തിൽ തന്നെയുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന തോതിൽ സംഘിയായാലും കൊങ്ങിയായാലും കമ്മിയായാലും ജനങ്ങളോട് എങ്ങനെയാണോ ഇടപെടുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്യുന്നത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ തന്നെയായിരിക്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇത്രത്തോളം നേട്ടം കൈവരിക്കാനായിട്ട് രാജേഷിനെ പോലുള്ള ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു മേയർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് എതിർപക്ഷത്ത് എതിർചേരിയിൽ അത്രത്തോളം ആ പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഈ രാജേഷിനെയും എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇതുപോലെ ഒരു അനുകൂല ഘടകം അല്ലെങ്കിൽ അനുകൂലമായിട്ട് പുകഴ്ത്തി പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പറയുന്നത്. ഇതിൽ പരം എന്ത് നേട്ടമാണ്, ഇതിൽ പരം എന്ത് അംഗീകാരമാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ ആ ഒരു തരത്തിൽ തോളോട് ചേർത്ത് കഴിഞ്ഞാൽ അത് സംഘി എന്നല്ല, കൊങ്ങി എന്നല്ല, കമ്മി എന്നല്ല, ആരായാലും ചേർത്ത് പിടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കെന്ന് പറയുന്നത്.